2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി അല്ല, കുട്ടിയല്ലെന്നോ, കുട്ടികൾക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്കൊരു പുച്ഛമാണ് ഇവരുടെ അടുത്ത് തോന്നുന്നത്. ആക്ച്വലി നമ്മൾ വഴിയിൽ നിൽക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകൾക്ക് പോലും കാണും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ റീസൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സ്ത്രീകളോട് പോലും നമുക്ക് ഒരു റെസ്പെക്റ്റ് തോന്നും. പക്ഷേ ഈ ഒരു സജന എന്ന് പറയുന്ന ഈ ഒരു പെണ്ണിനോട് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു റെസ്പെക്റ്റ് തോന്നത്തില്ല. കാരണം വഴിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്കും എന്തെങ്കിലും ഒരു കാരണം കാണും, അല്ലെങ്കിൽ അവർക്ക് ന്യായം പറയാൻ എന്തെങ്കിലും കാരണം കാണും. പക്ഷേ ഈ സജന എന്ന് പറയുന്ന ഇവക്കൊക്കെ എന്ത് ന്യായമാണുള്ളത്? ഇവള് തന്നെ പറയുന്നതും, അതുപോലെ തന്നെ ഇവള് തന്നെ ഇനിയുള്ള ഞാൻ മുന്നോട്ടുള്ള വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഇവള് തന്നെ പറയുന്നുണ്ട്, എനിക്ക് പണം ആണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സുഖമാണ് വേണ്ടത്, അല്ലാതെ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോനോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കേട്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഇവളുടെ അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ഇന്ന് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ പറയുക, കരച്ചിൽ നാടകമൊക്കെ കാണിച്ചപ്പം നമ്മൾ പലരും, ഈവൻ ഞാനാണെങ്കിൽ പോലും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കതിനോട് ഖേദം തോന്നുകയാണ്. അതായത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവളെയൊക്കെ വെച്ചിട്ടാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്ന ഈ കരച്ചിൽ നാടകം, അല്ലെങ്കിൽ കരച്ചിൽ കൊണ്ട് കള്ളികളാണ്, അങ്ങനെയാണ് ഇങ്ങനെ. അതായത് സ്ത്രീ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് മുഴുവനും നാണക്കേടുള്ള വ്യക്തിയാണ് ഇവളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവളുടെ ഇപ്പോൾ ഫിറോസ് വന്നിട്ട്, അതായത് ഇവളുടെ രണ്ടാമത്തെ ഒന്നുമല്ല, പക്ഷേ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കെട്ടിയവൻ ഇപ്പോൾ ഇവളുടെ ലിസ്റ്റ് ഓഫ് കാമുകന്മാരുടെ ലിസ്റ്റൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നതും, അമ്മയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതും നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ് ഗൈസ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അപ്പോൾ ഹൈപ്പൊക്കെ കൊടുക്കുക, ഷെയർ ഒക്കെ കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നു. ആണല്ലോ റസൂൽക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് ഈ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ, എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട്. ഇവളുടെ ഉമ്മ സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. ഉമ്മയ്ക്കും മകൾക്കും കാശ് മാത്രം മതി. ഉമ്മയ്ക്കും മകൾ ആരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, കുറച്ച് കാശ് കിട്ടിയാൽ മാത്രം മതി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഗൈസ്. അപ്പോൾ ഉമ്മയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉമ്മയുടെ അറിവോട് കൂടിയാണ് മകളെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. അതായത് ഇവരെന്താണ് സഹിക്കുന്നത്? ഈ റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ, അതായത് ക്യാൻസറൊക്കെ ആയിട്ട് വയ്യാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ഏത് ഭാര്യയ്ക്കും, ഇപ്പം നോർമലായിട്ട് ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ഭാര്യയ്ക്ക് തന്നെ നമ്മുടെ ഭർത്താവ് ഒരാളുടെ കൂടെ പോയി കഴിയുന്നതിനേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എങ്കിൽ കൂടി നമുക്കിപ്പോൾ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ വിട്ടിട്ട് പോകുമ്പോൾ നമുക്കൊരു ഒരു വേദന എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാകുന്നത്, അതായത് നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് ഒരാളുടെ കൂടെ പോകുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി വേദനയായിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. സോ ആ ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്തത് വളരെ ചെറ്റത്തരമെന്ന്, ഇവളെന്ത് അനുഭവിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ കിടക്കുന്നൊരു ഭാര്യയുടെ അടുത്ത് പോയി പറയണോ എന്നെ അവിഹിതത്തിൽ എനിക്ക് ഒരു കുഞ്ഞുണ്ടായി എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈ സജന എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഉണ്ടല്ലോ,
അതായത് ഈ ലോകത്തിലെ ഏറ്റവും ഒരു വൃത്തികെട്ട സ്ത്രീ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവർക്ക് ഈ 3 ലക്ഷം 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 1 കോടി സോറി ഗൈസ്, ഈ 3 കോടി 2 കോടി 1 കോടി ഇവളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. ഈ കോടികൾ കൊണ്ട് എന്ത് ചെയ്യാനായിട്ടാണ് എന്നുള്ള കാര്യം എനിക്ക് ഒട്ടും അറിയത്തില്ല. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ, എൻ്റെയൊക്കെ ലൈഫിൽ എനിക്ക് തോന്നാറുള്ളൂ, ഇപ്പോൾ 1 കോടി രൂപ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് സെറ്റിൽഡാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടും. പിന്നെ എൻ്റെ ലൈഫ് എനിക്ക് സന്തോഷിച്ച് അങ്ങനെ ജീവിച്ച് പോയാൽ മതി. പക്ഷേ ഇവരൊക്കെ ഈ ഒരു കുറേ കാശ് വാരി കൂട്ടിയിട്ട് നീയൊക്കെ മരിച്ചു പോകുമ്പോൾ ഇതൊന്നും നിങ്ങളൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് നിൻ്റെ ആ 2 കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അത് ഞങ്ങളല്ല പറഞ്ഞു തരേണ്ടത്, അത് നീ തന്നെ ചിന്തിക്കുക. നിന്നെ ആ റസൂൽ എന്ന് പറയുന്ന ഈ പുരുഷൻ്റെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഇയാളുടെ ഭാര്യ നീ ആയിരുന്നുവെങ്കിൽ നിന്നോട് ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നീ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം പിന്നെ ഒരു കാര്യമുണ്ട്, പല ആണുങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നവളുമാർക്ക് ഒരാണിനെ തന്നെ പറ്റൂല. നീ ഒരിക്കൽ പോലും നീ ഇവൻ്റെ കൂട്ടത്തിൽ 1 മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ തികച്ച് നീ ജീവിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലായിരിക്കും. കാരണം ഇങ്ങനെ പല വീടുകളിൽ കയറി ഇറങ്ങി നടക്കുന്ന വ്യക്തിയാണ് നീ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പം നല്ല രീതിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിറോസ്, ഇവളുടെ 2ാം ഭർത്താവ് ഈ കാമുകനെ മാത്രമല്ല പല കാമുകൻ്റെ ലിസ്റ്റുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം അടുത്ത ലിസ്റ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ 1ാമത്തെ വ്യക്തിയുടെ പേര് നിയാസ് എന്നാണ്. ഈ ബന്ധം തുടങ്ങിയത് നമ്മുടെ ഫിറോസ് ഖാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ളതായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഫേസ്ബുക്ക് ബന്ധമായിരുന്നു എന്നൊക്കെയാണ്. പിന്നെ ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിലൊരു ഭാര്യ ഭർത്താവായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ. എന്നാലും പുള്ളി വിചാരിച്ചു എന്നാൽ പോട്ടെ, ഇനി കല്യാണത്തിന് മുന്നേ ഉള്ളതല്ലേ എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ അതങ്ങ് വിട്ട്. ഓക്കെ, അതാണ് പുള്ളി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള നാണമുണ്ടോ സ്ത്രീയെ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല ഗൈസ്. എന്താണ് കിട്ടുക? അല്ലെങ്കിൽ ഈ വഴിയിലൊക്കെ നിൽക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരെക്കാളും താഴ്ന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ചെങ്കിലും ഒരു മാന്യത ഉണ്ട്. പക്ഷെ ഒരു സ്ത്രീക്ക് ഇത്ര കുറച്ച് നാളുകൾക്ക് പല ആണുങ്ങളോട് എങ്ങനെയാണ് സ്നേഹം തോന്നുന്നത് അല്ലെങ്കിൽ പല ആണുങ്ങളോട് എങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്? ഫിസിക്കൽ ഈസ് നോട്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ മാനസികമായിട്ട് എങ്ങനെ പല ആണുങ്ങളോട് ഇങ്ങനെ അടുക്കാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ റീസണും ഞാൻ വരും വീഡിയോയിൽ വെക്കാം കേട്ടോ. അപ്പോൾ 1ാമത്തെ ആളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയും ഉണ്ട് നമ്മുടെ ലിസ്റ്റ്. സജന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ആദ്യം ഒന്നും കണ്ടില്ല, പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്, ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിൻ്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് 2ാമത്തെ കാമുകൻ്റെ പേര് ആരിഫ് എന്നാണ് നമ്മുടെ ഫിറോസ് പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ആക്ച്വലി ഈ സജ്ജന വന്ന് കുറേ ഫിറോസിൻ്റെ കുറേ കാമുകിമാരുടെ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ കൂടിയും പല ആൾക്കാരുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാരി ഓപ്പൺ അപ്പ് ആക്കിയിട്ടില്ല. എന്തെങ്കിലും കുറച്ച് രീതിയിലുള്ള സത്യമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമല്ലേ? എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് എങ്കിലും സത്യമില്ലാതെ ഇരിക്കുമോ? കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ് അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ. അപ്പോൾ അതേ ആൽബത്തിൻ്റെ തന്നെ പ്രൊഡ്യൂസർ, ആദ്യം ഡയറക്ടർ, പിന്നെ അതേ പ്രൊഡ്യൂസറിനെ അടുത്ത 3ാമത്തെ റിലേഷൻഷിപ്പ്. ഓക്കെ, 3ാമത്തെ റിലേഷൻഷിപ്പാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഗൈസ്. നമുക്കിനി അടുത്ത ലിസ്റ്റിലേക്ക് പോകും. അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നു. ഇപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷ്ണ മമ്മി എന്നാണ് വിളിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നിട്ട് വേണ്ടത്തുള്ള അവരുടെ ഫ്രണ്ടാണ് വിമൽ, RS വിമൽ. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ
എന്ന് നിൻ്റെ മൊയ്തി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഈ ഒരു സംവിധായകൻ്റെ കൂടെ പുള്ളിക്കാരി ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടീനെയും ഈ ഹസ്ബൻഡിനെയും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുമായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ ഡിവോഴ്സിന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ വരെ ഇവിടെ ഫിറോസ് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് നാൾ ജീവിച്ച് കഴിഞ്ഞു, 2-3 മാസം ജീവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ ക്യാരക്ടറൊക്കെ പുള്ളിക്കാരിക്ക് ശരിക്കും മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫിറോസിനെ വിളിച്ച് കരഞ്ഞ് കൂവി വീണ്ടും തിരിച്ച് ഫിറോസിൻ്റെ ലൈഫിലേക്ക് വരുവാണ് ഇവൾ ചെയ്തത്. അപ്പോൾ 3ാമത്തെ ആളുടെ കൂട്ടത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോവുകയും കൂടെ ചെയ്തു. എന്നിട്ടും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എങ്കിലും ഒന്ന് അടങ്ങിക്കൂടെ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹത്തിന് മുഴുവനും ഒരു നാണക്കേടായിട്ടുള്ള, അല്ലെങ്കിൽ നാണക്കേട് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ക്വാളിറ്റിയും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സ്ത്രീയോട്, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു സ്ത്രീ എന്ന് തന്നെ നമുക്ക് വരും. അടുത്തത് നമ്മുടെ എന്ന് നിൻ്റെ മൊയ്തീൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ അതിൻ്റെ ലൈക്ക് ആ ഒരു സിനിമയെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രണയത്തിന് വേണ്ടി ഈ ഒരു കാലത്തൊക്കെ ഒരുപാട് വിലയില്ലാത്ത, അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റി വയ്ക്കുന്ന 2 പേരുടെ കഥയാണ്. ആ കഥയൊക്കെ എഴുതിയ വ്യക്തിയാണ് കേട്ടോ. ഒരു കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീ, കുടുംബം നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് എന്താ പറയുക, ഇവിടെ എനിക്ക് ഇവളെ മാത്രമേ കുറ്റം പറയാനുള്ളൂ. അടുത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെഡ് ബെൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ മൊബൈൽ. അടുത്ത കള്ളക്കടത്തും ഇതിനൊക്കെ ഉള്ള ഒരു പ്രതിയായിട്ടുള്ളതാണ് 7ാമത്തെ എന്താ പറയുക 7ാമത്തെ കാമുകൻ. മാനു എന്നാണ് 7ാമത്തെ ആ ഒരു കാമുകൻ്റെ പേര്. ഇത് പാഞ്ചാലിയാണോ ദൈവമേ, അതോ എനിക്കറിയില്ല ഇവരെ എന്ത് പേരിട്ട് വിളിക്കണം. എൻ്റെ തെളിവും എൻ്റെ കയ്യിലുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, അത് എനിക്കും അറിയാവുന്ന, നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവൾ. അപ്പോൾ 8ാമത്തെ ആളെന്ന് പറയുന്നത് ആങ്ങളെ എന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിട്ട് പിന്നെ കാമുകനാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ സജന ഒരു നല്ല കാര്യം തന്നെ. എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ടൊരുത്തിനോട് വിളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നാണക്കേടാണ് സജിന. നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. അയ്യോ നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. അതാ പറഞ്ഞ പോയി ചാവ്, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജിന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന്. അച്ഛനോടാണ് പോയി ചാവെന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സ്ത്രീയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ സ്വന്തം സുഖങ്ങളാണ്, അല്ലെങ്കിൽ പണമാണ് വലുത്. അതാണ് എനിക്ക് മക്കളും കാര്യങ്ങളും ഒന്നും അല്ല. ഇപ്പോൾ അബോർട്ട് ചെയ്ത് കളഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ കളഞ്ഞിട്ടുള്ള കുട്ടികൾ തന്നെ എത്ര എണ്ണമായിരിക്കും? ഈ 1 നമ്മളിപ്പോൾ അറിഞ്ഞത്. 1 വല്ലതും ആണോ? ഓൾറെഡി 2 കുട്ടികളുണ്ട്. ഒരമ്മ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞുങ്ങളുടെ വേദന എന്താന്ന് കണ്ണീ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ബഹുമാനശാൽ ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ നോവിക്കരുത്, അത് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അതുകൊണ്ട് മാത്രമാ ഇന്നും. നിങ്ങൾക്ക് നാണമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളുടെ കാർഡ്, അല്ലെങ്കിൽ അമ്മ കാർഡ്, അല്ലെങ്കിൽ സ്ത്രീ കാർഡ്, ഇതൊക്കെ മാത്രമേ ഇറക്കാൻ പറ്റത്തുള്ളൂ. അത് വെച്ചങ്ങ് കുറച്ചങ്ങ് കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എല്ലാവരും നിങ്ങളെ വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കൽ. പണത്തേക്കാൾ വലുതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, അല്ലെങ്കിൽ പണത്തേക്കാൾ വലുതായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാവും. നിങ്ങളും പല സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഈ റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യ തന്നെ എത്രത്തോളം വേദനിച്ച് കാണും അവർ ആ ഒരു സിറ്റുവേഷൻ. അതൊക്കെ നിങ്ങൾ കേൾക്കാതെ പോവുക, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അറ്റ്ലീസ്റ്റ് അതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് പോകുന്നത്. 2 മക്കൾ നിങ്ങൾക്ക് വളർന്നു വരുവാണ്. ആ മക്കൾ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു പ്രായമായി കഴിയുമ്പോൾ ഒരിക്കൽ പോലും ഈ മക്കളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നു ഞങ്ങളുടെ അമ്മ എന്നറിയുമ്പം
അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഒരിക്കലും നിങ്ങൾ ഈ ഒരു കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ മക്കൾ 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 എന്ന് പറയുന്നത് ശരിക്കും അത് വെച്ചിട്ട് ഓക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് മണ്ടരാണെന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് പറഞ്ഞാലും 2 മക്കളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ 2 കരച്ചിൽ നാടകമോ ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? പോലും ഞാനത് പറഞ്ഞു, നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോവാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ DA എടുത്തും ഈ പറഞ്ഞ കണക്ക് എടുത്തും ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരെങ്കിലും ആയിക്കോട്ടെ, അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ ചത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും ഞാൻ എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അല്ല, ഏത് രീതിയിലുള്ള സ്ട്രഗിളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാര്യയുള്ള ഭർത്താവ്, ആ ഭാര്യയ്ക്ക് വയ്യാതെ കിടക്കുമ്പോൾ അവരുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിൽ നിന്ന് പ്രഗ്നൻ്റ് ആവുന്നതോ ഇതൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന ഈ സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത്? ശരിക്കും ആ ഒരു സ്ത്രീയല്ലേ ഇവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും ആ ഒരു സ്ത്രീയുടെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല നിൻ്റെ ലൈഫിലൊക്കെ. നിനക്ക് ഈവൻ ആ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിനക്ക് അതൊക്കെ എന്താ പറയുക, അതൊക്കെ പാവത്തിൻ്റെ പൈസകളാണ്. ഒരിക്കലും അതൊന്നും ഒരു രീതിയിലും നിനക്ക് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലാകും. അറ്റ്ലീസ്റ്റ് സീരിയൽസും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, ഉള്ള പൈസയൊക്കെ പോരെ. ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടേ കയറി കിടന്നിട്ട് നീയൊക്കെ മരിക്കുമ്പം ഈ കിട്ടുന്ന പൈസ കൊണ്ടുപോവോ, ഇതൊന്നും കൊണ്ടുപോവോ? അല്ല, നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളോ പൈസകളോ ഒക്കെ വേണം. പക്ഷെ നമ്മളുടെ ലൈഫിലുള്ളൊരു ക്വാളിറ്റി മറ്റൊരാൾ നമ്മളെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് നിന്നോട് തന്നെ നോക്കുമ്പോൾ നിന്നോട് തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില പെണ്ണുങ്ങളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പോലും ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പല സംഭവങ്ങളും സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ത്രീ ആയത് എന്ന് പറയുന്നു. അപ്പം നിനക്കൊക്കെ എന്തിൻ്റെ തിന്നിട്ട് എന്നിൽ കുത്തുന്നതായിരിക്കും ചിലപ്പം നിനക്കൊക്കെ ഇത് അല്ലേ? അപ്പോൾ എത്ര കിട്ടിയാലും മതിയാവാത്ത പൈസയോട് ആർത്തിയുള്ള എന്തെങ്കിലും നീയൊക്കെ മനസ്സിലാവും. പൈസയേക്കാൾ വലുതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ടെങ്കിലും അവനവനോട് തന്നെ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ അവനവനോട് തന്നെ ചെയ്യേണ്ട കുറച്ച് എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടേ. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവങ്ങൾ വരുന്നത്? ഇല്ലല്ല, എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയ എന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ദ്രോഹിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ കാലല്ലല്ല. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല. തള്ളയുടെ പ്രായം വരെയുള്ള ആൾക്കാരുമായിട്ട് അല്ല, ഇവിടെ നമുക്ക് റസൂൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങേര് ഇതിലല്ല, ഇതിൻ്റെ അപ്പുറം ചെയ്യണം. അല്ലെങ്കിൽ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ ഒരു കോമൺ സെൻസ് ഇല്ലേ? സ്വന്തം ഭാര്യ വയ്യാതെ കിടക്കുമ്പോൾ നിൻ്റെ കൂടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് നീ ഭാര്യയായിട്ട് ചെന്ന് കഴിയുമ്പോൾ മറ്റുള്ള ഒരു പെണ്ണിനെ കാണുമ്പോഴും ഇവന് പലതും തോന്നത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കോമൺ സെൻസ് എങ്കിലും നിനക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിനക്ക് പണം മതിയായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ ചിലപ്പോൾ ബലപ്രയോഗത്തിൽ പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പം 3 കോടിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഈ പൈസയൊക്കെ എന്തിനാണ്? ഈ 3 കോടി രൂപയൊക്കെ ഒരു മനുഷ്യന് ആവശ്യമുണ്ടോ? അത് നിങ്ങൾ ഇപ്പം സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുവാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ, അത് ഉണ്ടാക്കുക. അതിന് ഒരു വിലയുണ്ട്, അല്ലെങ്കിൽ അത് നീ ഉണ്ടാക്കിയ കാശാണ്. അല്ലാതെ ഈ കാശ് നീ എന്ത് കാശാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കാശായിരിക്കും എന്ന് പറഞ്ഞാണ് നിൻ്റെ കുട്ടികളെ നീ നോക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് നീ നിൻ്റെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ താല്പര്യമില്ല ഗൈസ്. സോ ഇങ്ങനെയുള്ള കുറേ സ്ത്രീകളാണ് നമ്മൾ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് തന്നെ അപമാനമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സജിന, വേണമായിരുന്നോ? സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ.
ഞാൻ ചെയ്തത് തെറ്റാണോ? പണമാണോ വലുത്? അതോ പല കാര്യങ്ങളും ഉണ്ടോ? പണത്തിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. ആത്മാഭിമാനം, മാനം എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ നിനക്ക് മനസ്സിലാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്.